സൊഫലയുടെ ഈവൻസുകൾ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും ഫിലിം സ്റ്റാർസിൻ്റെ ഈവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നമ്മൾ ഏകദേശം 5 വർഷത്തോളം ഫ്ലൈറ്റിൽ നമ്മൾ കിച്ചണൊക്കെ നമ്മുടെ തന്നെ ആയിരുന്നു. ഇപ്പം അത് ലുലു ആണ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ആ ഒരു പ്രീമിയം ലെവലിൽ നിന്ന കമ്പനി കോവിഡ് സമയത്ത് 14 റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു സിൽവർ സ്പൂണിന്. ഇപ്പം അത് ലീസിന് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു പ്രോജക്റ്റിൽ നിന്ന് ഈ പ്രീമിയം ഇവൻറ്റ്സ് മാത്രം ചെയ്യുന്നു, കാറ്ററിങ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കമ്പനിയുടെ ഒരു ഐഡിയ ആണ്. പിന്നെ MD എന്ന് പറയുമ്പോൾ കമ്പനിയുടെ MD നിഷാദ് അബൂബക്കർ ആൻഡ് നിസാർ അബൂബക്കർ ചെയർമാൻ, MD ചെയർമാനും. നമ്മുടെ MDയുടെ പൊസിഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ന് കേരളത്തിന്റെ ട്രേഡ് കമ്മീഷണറാണ്. ട്രേഡ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനൊരു ബ്രീഫ് തരാം. അതായത് ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലേക്ക് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് 29 ട്രേഡ് കമ്മീഷണർമാരെ സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്ററിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കേരളത്തിന്റെ ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ MD ആണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ ആ ഒരു പൊസിഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സാധാരണ ഒരു വ്യക്തിക്ക് കിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ 25 വർഷമായിട്ടുള്ള ബിസിനസ് എക്സലൻസും അതിൽ ബ്ലാക്ക് മാർക്സ് ഒന്നും ഇല്ലാത്തത്. ബ്ലാക്ക് മാർക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു പൊസിഷനിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ലോക്കൽ പോലീസ് സ്റ്റേഷൻ, ക്രൈംബ്രാഞ്ച്, ED ഇത്രയും ഇതിന്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. ആ ഒരു പൊസിഷൻ വെച്ചാൽ ഒരു ബ്ലാക്ക് മാർക്സിൽ ഒരു പെട്ടി കേസും ഇല്ലാത്തവർക്കേ അത് കിട്ടുകയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ആ ഇത്രയും വർഷം 25 വർഷമായിട്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഉള്ള ആ ഒരു പവറിന്റെ കാര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാർക്സും ഇല്ലാത്ത കാര്യമാണ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇവിടുത്തെ ഒരു ജില്ലാ കളക്ടർക്ക് മുകളിൽ വരുന്ന പദവി എന്ന് പറയാം. കാരണം ജില്ലാ കളക്ടർ ജില്ലയുടെ മാത്രം കാര്യം നോക്കിയാൽ മതി. പക്ഷേ നമ്മളുടെ MDയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിന്റെ മൊത്തം MSME ഇൻഡസ്ട്രീസിന്റെ MSMEയുടെ ചാർജാണ് അദ്ദേഹത്തിന്. അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ കമ്പനിയും മാനേജ്മെന്റിനെയും പരിചയപ്പെടുത്തി. ഇനി ഞാൻ ഈ ഒരു കമ്പനിയിലേക്ക് വരാനുള്ള സാഹചര്യം ഞാൻ പറയാം. ഞാൻ 2002 എൻ്റെ ജോലിയിലേക്ക് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി തുടങ്ങി. ഏകദേശം 2018 വരെ ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഞാൻ ഓട്ടോമൊബൈൽ ഫീൽഡായിരുന്നു. ഹുണ്ടായി, മഹീന്ദ്ര, ടൊയോട്ട, ലാസ്റ്റ് വോൾവോ, ഐശ്വറിൽ ഏകദേശം 12 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തീരുമാനിച്ചു ഇനിയും സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്യുന്നേ ഉള്ളൂ, ആരുടെയും കൂടെ ഇനി ജോലിക്ക് പോകുന്നില്ല എന്ന് വെച്ച് ബിസിനസ് ചെയ്തു. നല്ല രീതിയിൽ ബിസിനസ് വന്ന സമയത്താണ് കോവിഡ് സമയമായപ്പോൾ ബിസിനസ് ഡൗൺ ആകാൻ തുടങ്ങി. ആ സമയത്താണ് എനിക്ക് ദൈവദൂതനെ പോലെ ഒരു കുടുംബം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ആ കുടുംബത്തിലെ ഒരാളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ലിറ്റുമോൾ ഫാമിലി. അപ്പോൾ അന്ന് ഈ ഒരു ആശയം കേട്ടു. ഞാൻ കമ്പനിയുടെ മീറ്റിങ്ങിൽ പോയി പങ്കെടുത്തു, കമ്പനിയെ മനസ്സിലാക്കി. ഞാനൊരു 6 മാസം ഉള്ളിൽ തന്നെ ഞാൻ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്തു. എൻ്റെ വൈഫ് ഇതിനെക്കുറിച്ച് എൻ്റെ ബാഗിൽ നിന്ന് ഇത് പഠിക്കുകയായിരുന്നു. 1.5 വർഷം എടുത്ത് വൈഫ് ഈ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് അഭിമാനത്തോടെ പറയാം, ഞാൻ ഇന്ന് ഈ കമ്പനിയിലെ സീനിയർ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജരും കമ്പനിയുടെ പ്രൊജക്ട് പാർട്ണറുമാണ്. ഞാൻ തന്നെ 52 lakhsോളം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫാമിലീസിനും എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും 1.2 CR മേളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ഒരുപാട് അവസരങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ 90% ആൾക്കാരും ഒരുപാട് നിക്ഷേപത്തിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് നഷ്ടപ്പെട്ടവരുണ്ട്, 90% ആൾക്കാരും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാനേജ്മെന്റ് ആണ് എന്നെ അട്രാക്ട് ചെയ്തത്. കാരണം ഇവിടെ പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും.